ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ജർമ്മനിയിൽ എങ്ങനെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്തിട്ട് ജർമ്മൻ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് മാറ്റാം എന്നതിനെക്കുറിച്ചാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെ ഒരു പുതിയ ലൈസൻസ് എടുക്കാം എന്ന് നോക്കാം. ജർമ്മനിയിൽ ആദ്യമായിട്ട് ലൈസൻസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പം കൺവേർട്ട് ചെയ്യുന്നതും പുതിയത് എടുക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ കൺവേർട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ തിയറി എക്സാമും പ്രാക്ടിക്കൽ എക്സാമും അറ്റൻഡ് ചെയ്യണം. പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള രണ്ട് ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് നമ്മൾ തിയറി എക്സാമിന് മുമ്പ് ഇത്ര മണിക്കൂർ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ആ നിർബന്ധമില്ല. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിന് മുമ്പ് ഇത്ര മണിക്കൂർ മസ്റ്റായിട്ട് ഓടിച്ച് കാണിക്കണമെന്നില്ല. അതുപോലെ തന്നെ നൈറ്റ് ഇത്ര മണിക്കൂർ ഓടിച്ച് കാണിക്കണം, അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല. ഈ രണ്ട് ഗുണങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ എല്ലാ കാര്യങ്ങളും, അതായത് തിയറി എക്സാം അറ്റൻഡ് ചെയ്യണം, പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യണം, ഇതെല്ലാം നമ്മൾ കൺവേർട്ട് ചെയ്യുവാണെങ്കിലും ചെയ്യണം. നമ്മൾ ജർമ്മനിയിൽ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ബേസിക് കാര്യങ്ങൾ, അതായത് പ്രാക്ടിക്കൽ എക്സാമിന് നമ്മളോട് ചോദിക്കുന്നതും അതായത് നമുക്ക് ഡ്രൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ വെച്ച് 2 വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടുത്തെ സ്ട്രാസൻ ഫെർക്കേഴ്സ് ആംറ്റ് അല്ലെങ്കിൽ ടുഫിൻ്റെ ഓഫീസ്, അതായത് നമ്മുടെ നാട്ടിലത്തെ RTO ഓഫീസിന് പറയുന്നതാണ്. നമ്മൾ അവിടെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. ആദ്യം ആ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ 7 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ദി ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഫ്രം ആഡയാസെ. നമ്മുടെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ആഡയാസയുടെ ഓഫീസുകളുണ്ട്. നമ്മളവിടെ നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത് ജർമ്മനിലോട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കണം. അതിന് ഏകദേശം ഒരു മാസത്തിന് മുകളിലൊക്കെ എടുക്കും. അത് ഓരോ സ്ഥലത്തും അത് അനുസരിച്ച് അവരത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് അയച്ചു തരുവാണ് സാധാരണ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി രജിസ്റ്റർ ചെയ്യുക. അവിടെ പോയി രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് ഒരു മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒരു ആപ്പ് കിട്ടും. ആ ആപ്പിൻ്റെ അത് നിലവിൽ 1168 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണുള്ളത്. അത് കിട്ടുമ്പോൾ തന്നെ നമ്മളത് പഠിക്കാൻ തുടങ്ങുക. അതിൻ്റെ അകത്ത് നമുക്ക് എക്സാം പ്രാക്ടീസ് ചെയ്യാനും എല്ലാത്തിനും ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കിട്ടുമ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങും. എന്നാലേ നമുക്ക് ഈ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ പഠിച്ച് കഴിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് നമുക്കൊരു റെസിപ്റ്റും കിട്ടും. അതും എടുത്തു വെക്കുക, കാരണം അത് നമുക്ക് ഈ സ്ട്രാസൻ ഫെർക്കേഴ്സ് ആംറ്റിൽ കൊടുക്കാനുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു ഒപ്റ്റിക്കറുടെ അടുത്ത് ചെന്നിട്ട് ഈ ഐ ടെസ്റ്റ് നടത്തി അതിൻ്റെ റിസൾട്ട് വേണം. അവിടെ ചെന്ന് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവരത് ചെയ്തു തരും. പിന്നെ നാലാമത്തെ കാര്യം, ഫസ്റ്റ് എയ്ഡ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ്. അത് നമുക്ക് ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ തന്നെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, അവർ കണ്ടക്ട് ചെയ്ത് അപ്പം അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ നമ്മൾ നേഴ്സുമാർ അല്ലെങ്കിൽ ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, നമ്മുടെ നേഴ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് മതി. പക്ഷേ നമ്മുടെ ആ നേഴ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇവിടുത്തെ ഊർക്കൊണ്ടേ വേണം, നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തതിൻ്റെ ആ സർട്ടിഫിക്കറ്റ് വേണം. ഇനി അഞ്ചാമത്തേത് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി. ആറാമത്തേത് പുതിയ ബയോമെട്രിക് ഫോട്ടോ. ഏഴാമത്തേത് പാസ്പോർട്ടും വിസ, അതിൻ്റെ കോപ്പി കാര്യങ്ങൾ. ഇനി ഈ 7 കാര്യങ്ങളെല്ലാം റെഡിയാക്കി നമ്മൾ സ്ട്രാസൻ ഫെർക്കേഴ്സ് ആംറ്റിൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഫീസ് ഉണ്ട്, ഏകദേശം ഒരു 25 യൂറോ. അത് കഴിഞ്ഞ് അവിടെ നിന്നുള്ള വെരിഫിക്കേഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് ഏകദേശം ഒരു 1 to 2 month ഒക്കെ എടുക്കും, ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ച്. കഴിഞ്ഞ് നമുക്കൊരു ലെറ്റർ വരും. അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിലോട്ട് ഒരു ലെറ്റർ പോകും. നമുക്ക് വരുന്ന ലെറ്ററിൻ്റെ അകത്ത് നമുക്ക് ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും ഒക്കെ കാണും. അതിനകത്ത് കയറിയാണ് നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനും അതുപോലെ തന്നെ തിയറി എക്സാമിനുള്ള ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫീസൊക്കെ അടച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ വിളിച്ച് പറയുന്നു. ഫീസ് അടച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ പഠിച്ചുകൂടെ കഴിഞ്ഞ് അതായത് തിയറി എക്സാമിനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പറയുന്നു നമ്മൾ ഫീസ് അടച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചെന്നും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയും. പഠിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്പിൻ്റെ അകത്ത് ചെയ്യുന്നതെല്ലാം ഈ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ട് ഡേറ്റ് എടുത്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് കാണത്തില്ല ഡേറ്റ് എടുത്ത് തരാൻ. അതുകൊണ്ട് നമ്മൾ പരമാവധി കാര്യങ്ങളെല്ലാം ചെയ്ത് അതിൻ്റെ അകത്ത് മോഡൽ എക്സാമൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്ത് അപ്പോൾ പാസ് ആകുന്നതൊക്കെ നമുക്ക് അവർക്കും കാണാൻ പറ്റും. അപ്പം മാക്സിമം പാസ് ആകാനൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡേറ്റ് എടുക്കാൻ പറഞ്ഞായിരിക്കും നല്ലത്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയല്ല, നമുക്ക് ലോഗിൻ ID പാസ്വേഡ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകാരോട് വിളിച്ച് പറയുന്നു നമ്മൾ പഠിച്ച് കഴിഞ്ഞു. ഡ്രൈവിംഗ് സ്കൂളുകാരെ എന്ന ആപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ച് കഴിഞ്ഞു എന്ന് വിളിച്ച് പറയുന്നു. അന്നത്തേക്കും അവർ ഡേറ്റ് എടുക്കുന്നു. ഡേറ്റ് എടുത്തിട്ട് നമ്മൾ ഈ എക്സാമിന് ചെല്ലുന്ന സമയത്തായിരിക്കും ഫീസ് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിന് സെയിം, നമ്മൾ എക്സാമിന് ചെല്ലുന്ന സമയത്തായിരിക്കും ഫീസ് അടയ്ക്കുന്നത്. ഇത് പുതിയ അപ്ഡേഷൻസ് വന്നതാണ്, ഇങ്ങനെ ലോഗിൻ ചെയ്ത് അങ്ങനെ ഫീസ് അടയ്ക്കുന്നതൊക്കെ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും അതായിട്ടില്ല കേട്ടോ. പിന്നെ തിയറി എക്സാം എഴുതുന്നു. തിയറി എക്സാം പാസ്സായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഒരു അത് പാസ്സായെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. എന്നിട്ട് നമ്മൾ ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു ഡ്രൈവിംഗ് സ്കൂളിൽ. അപ്പം അവർ നമ്മൾ ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പ്രാക്ടിക്കൽ എക്സാമിനുള്ള ഡേറ്റ് എടുക്കുന്നു. ഒരു ഫാസ്റ്റ് ഡേക്ക് ഏകദേശം വരുന്നത് 60 യൂറോ ആണ് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട് ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ച്. ഒരു ഫാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ 45 മിനിറ്റാണ് വരുന്നത്.
പിന്നെ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് ഡേറ്റ് എടുത്ത് പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നു. പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത് ഹാൾ ബേസ്ഡ് ഉണ്ട്, അരമണിക്കൂറാണ്. അരമണിക്കൂർ കൊണ്ട് പുള്ളി നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നാണേലും എക്സാമിനർ വന്നിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന, അതായത് പ്രാക്ടിക്കൽ സമയത്ത് ഡ്രൈവ് ചെയ്ത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കൂടിയൊക്കെ തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. ഇത് നമ്മളോട് ആദ്യം നമ്മുടെ ആശാൻ പറഞ്ഞു തരത്തൊന്നുമില്ല. പക്ഷേ അവസാന ദിവസങ്ങളിൽ സാധാരണ എല്ലാവരും പറയും നിങ്ങളെ ഈ സ്ഥലത്തൂടെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയും. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞ് 2 വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. പിന്നെ ഈ പ്രാക്ടിക്കൽ എക്സാമിന് ഫീസ് വരുന്ന ഏകദേശം €180. അതും ഞാൻ പറഞ്ഞില്ല, ഈ ഏകദേശം എന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ച് അതിനും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ വർഷം കഴിയുന്നതോറും ഈ ഫീസൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്ട്രാസൻ ഫെക്കേഴ്സ് അല്ല ടുഫിൻ്റെ അവിടെ നിന്ന് കിട്ടുന്ന നമുക്ക് ഈ ലോഗിൻ ID പാസ്വേഡ്, അതിനും 1 year ആണ് വാലിഡിറ്റി. അത് നമുക്ക് ഓരോ സ്ഥലത്തും അതിനും വ്യത്യാസം ഉണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ചോദിക്കണം അത് എത്രയാണ് അതിന് വാലിഡിറ്റി ഉള്ളതെന്ന് ചോദിക്കണേ. പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ കഴിഞ്ഞ് അത് പാസ്സായതിനു ശേഷം നമുക്ക് അപ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. എന്നിട്ട് പറയും അത് വെച്ച് ഈ വണ്ടി ഓടിച്ചേക്കല്ലേ, നമുക്ക് ഒറിജിനൽ ജർമ്മൻ ഡ്രൈവിംഗ് ലൈസൻസ് കൈ കിട്ടാതെ ഇവിടെ വണ്ടി ഓടിക്കില്ലെന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ കിട്ടിയ സർട്ടിഫിക്കറ്റും നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസും ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും അത് രണ്ടുകൂടെ കൊണ്ട് നമ്മൾ സ്ട്രാസൻ ഫെക്കേഴ്സ് അല്ലെങ്കിൽ ടുഫിൽ കൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അന്നേരപ്പോഴത്തേക്ക് നമുക്ക് ജർമ്മൻ ഡ്രൈവിംഗ് ലൈസൻസ്, ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ കൈ കിട്ടുന്നു. പിന്നെ നമുക്ക് അത് വെച്ച് ഇവിടുത്തെ ഓട്ടോബാനെ കൂടെയൊക്കെ പൊളിച്ചു പോവാം. താങ്ക്